എല്ലാവർക്കും നമസ്കാരം. 15ാമത് കേരള നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം, 16ാമത് സമ്മേളനം 2026 ജനുവരി മാസം 20 ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്ന് 2026-27 തീയതികൾ സാമ്പത്തിക വർഷത്തെ ബജറ്റും സഭക്കകത്ത് അവതരിപ്പിക്കപ്പെടും. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ 32 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ജനുവരി 22, 27, 28 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിൻ്റെ മുകളിലുള്ള ചർച്ചയാണ്. ജനുവരി 29 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെടും. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ബജറ്റിന് മുകളിൽ പൊതുചർച്ച. ഫെബ്രുവരി 5 തീയതി 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ഉപധനാഭ്യർത്ഥനകൾ. അതോടൊപ്പം തന്നെ ഏതാനും സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളും ഈ ദിവസങ്ങളിൽ പരിഗണിക്കും. ഫെബ്രുവരി 6 മുതൽ 22 വരെ സഭ ചേരുന്നതല്ല. ഈ സമയത്ത് ബഡ്ജറ്റ് സ്ക്രൂട്ടിനിയാണ് വിവിധ സബ്ജക്റ്റ് കമ്മിറ്റികൾ. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെ വീണ്ടും 13 ദിവസം 2026-27 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളെ സഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കും. 2025-26 വർഷത്തെ അന്തിമ ഉപാധാനാഭ്യർത്ഥനകളും ധനവിനിയോഗ ബില്ലുകളും ഈ സഭാ സമ്മേളനം പാസാക്കേണ്ടതുണ്ട്. സമ്മേളന കാലയളവിൽ ജനുവരി 23, ഫെബ്രുവരി 27, മാർച്ച് 13 ഈ 3 ദിവസങ്ങളിൽ പ്രൈവറ്റ് മെമ്പർ ബില്ലാണ്. ഗവൺമെൻറ് കാര്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ദിവസങ്ങൾ ക്രമീകരിക്കുന്നത് കാര്യോപദേശക സമിതി ചേർന്നാണ്. തുടർന്ന് ഈ നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം 2026 മാർച്ച് 26 അവസാനിപ്പിക്കത്തക്ക നിലയിലുള്ള ഷെഡ്യൂളാണ് ഈ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ KLIBF-ൻ്റെ വിജയവും അതിൽ നിങ്ങൾ നൽകിയ സഹായത്തിന് നിങ്ങളോട് ഒരു നന്ദി കൂടി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. KLIBF-ൻ്റെ 4th എഡീഷൻ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ 2026 ജനുവരി 7 to 13 നമ്മുടെ കോംപ്ലക്സിൽ വെച്ചാണ് നടന്നത്. 7 തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശങ്കരനാരായണ തമ്പി ലോഞ്ചിൽ ഇത് ഉദ്ഘാടനം ചെയ്തു. ചീഫ് ഗസ്റ്റായി സാംബിയൻ MP-യും CPI-യുടെ പ്രസിഡൻറ്റുമായ ഡോക്ടർ ക്രിസ്റ്റഫർ കലീലോ, ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുസ്താഖ്, പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ T. പത്മനാഭൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തു. 4th നിയമസഭാ പുരസ്കാരം നമ്മൾ NS മാധവനാണ് നൽകിയത്. ഇത്തവണ നമുക്കേറെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു ഒരു വേദി നമ്മൾ സജ്ജമാക്കിയത്. ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങുകൾ ഒന്നായി മാറിയത് സന്മനസ്സുള്ള ശ്രീനി എന്ന ഡിബേറ്റായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ട്രിബ്യൂട്ട് ചെയ്ത ഫംഗ്ഷൻ ഈ ലിറ്റററി ഫെസ്റ്റിവൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇവൻ്റായി മാറി എന്നുള്ളതാണ്. വലിയ റെസ്പോൺസായിരുന്നു ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ KLIBF-ൻ്റെ ടോക്സ്, KLIBF-ൻ്റെ ഡയലോഗ്, മീറ്റ് ദ ഓതർ, പാനൽ ഡിസ്കഷൻസ്, ബുക്ക് റിലീസ്, ബുക്ക് ഡിസ്കഷൻ, സ്റ്റുഡൻസ് കോർണർ, മോഡൽ പാർലമെൻറ്റ് എന്നീ പരിപാടികൾ വിവിധ സെഗ്മെൻറ്റുകളിലായി നടന്നു. ഏതാണ്ട് 407 ഇവൻറ്റ്സാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലിറ്റററി ഇവൻറ്റ്സിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ 173 അതിഥികളെ നമ്മൾ ക്ഷണിച്ചിരുന്നു.
170 പ്രസാധകന്മാരിൽ നിന്നായി 282 പുസ്തക സ്റ്റാളുകളാണ് നമ്മൾ ഒരുക്കിയത്. ഒപ്പം നമ്മൾ ഡിഫറൻ്റ് ഏബിൾഡായ, പ്രത്യേകിച്ച് ബ്ലൈൻഡായ ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്റ്റാൾ ഞങ്ങൾ അനുവദിച്ചിരുന്നു. ഞങ്ങളുടെ ഓരോ ഫെസ്റ്റിവലിനകത്തും ഉള്ള പോരായ്മകൾ എന്താണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ പുസ്തകോത്സവത്തിന് വന്നപ്പോൾ ആ കുട്ടികൾക്ക് ആസ്വദിക്കാൻ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ ഒരു വേദിയില്ല എന്ന് കണ്ടപ്പോഴാണ് 3rd എഡിഷനിൽ നമ്മൾ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചത്. അപ്പോൾ 3rd എഡിഷനിൽ നിന്നാണ് ചില കാഴ്ച പരിമിതരായ കുട്ടികൾ എന്നെ വന്ന് കണ്ടിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന, നമുക്ക് ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വന്ന് പോകുകയെന്നല്ലാതെ ഞങ്ങളുടേതായ ആസ്വദിക്കാൻ പറ്റുന്നൊരു സംവിധാനം ഇല്ലെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഇത്തവണ അവർക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക സ്റ്റാൾ ഞാൻ അനുവദിച്ചിരുന്നു. പിന്നെ ഫുഡ് കോർട്ടായിരുന്നു. ഫുഡ് കോർട്ട് വടക്കൻ മേഖലയിലെ ഫുഡ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് നല്ല പങ്കാളിത്തം തന്നെ ഫുഡ് കോർട്ടിൽ ഉണ്ടായി എന്നാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ഞങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫെസ്റ്റിവലിൽ പബ്ലിസിറ്റി പ്യൂർലി ഡിജിറ്റലൈസേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു പൂർണ്ണമായും ഇത്തവണത്തെ പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും നമ്മൾ നീക്കിയിട്ടുള്ളത്. പിന്നെ സ്റ്റുഡൻസ് കോർണറിൽ ആയിരക്കണക്കിന് കുട്ടികൾ വന്നു. അവരിൽ ചിലർ പരിപാടികൾ അവതരിപ്പിച്ചു. ഡിഫറൻ്റ് ഏബിൾഡായ കുട്ടികൾ വന്നു. നിങ്ങൾ ഒരു വീഡിയോ പ്രചരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഡംബ് ആൻഡ് ഡഫായ കുട്ടികൾ, അവർ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടികൾ, അവരിവിടെ വന്നു. അവരുടെ റെസ്പോൺസൊക്കെ നിങ്ങൾ ടി വിയിലൂടെ കണ്ടു കാണും. അപ്പം അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആസ്വദിക്കാൻ സാധിക്കത്തക്ക നിലയിലാണ് ഞങ്ങൾ ഇത്തവണ ബുക്ക് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം കുട്ടികൾക്ക് സിറ്റി റൈഡിന് വേണ്ടി KSRTC ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അനുവദിച്ചു. അതും വളരെ ആസ്വാദകരമായി മാറിയെന്നാണ് നമുക്ക് ലഭിച്ച റെസ്പോൺസ്. പിന്നെ ഇത്തവണ ആദ്യമായാണ് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ട് പരിചിതമായ തെയ്യം തെക്കൻ കേരളത്തിൽ നമ്മൾ പെർഫോം ചെയ്യിക്കുന്നത്. ഞങ്ങളുടെ പ്രമൈസസിനകത്ത് ഞങ്ങൾ 5 ദിവസങ്ങളിലായി 7 തെയ്യങ്ങളാണ് അവതരിപ്പിച്ചത്. വലിയ റെസ്പോൺസായിരുന്നു. കാരണം തെക്കൻ കേരളത്തിൽ പരിചിതമായ പെർഫോമൻസ് ആർട്ടല്ല തെയ്യം. അപ്പോൾ ആ ഒരു തെയ്യം വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ്, അതിന് നല്ല റെസ്പോൺസും ഉണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ പുസ്തകോത്സവത്തിൻ്റെ 7 ദിവസങ്ങളിലും കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, മെഗാ ഷോകൾ ഉണ്ടായിരുന്നു, ചില ദിവസങ്ങളിൽ 2 ആയിരുന്നു. അപ്പോൾ 7 ദിവസങ്ങളിലായി 10 മെഗാ ഇവൻറ്റ്സ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിലൊക്കെ സഹകരിച്ചത് നമ്മുടെ വിഷ്വൽ മീഡിയാസ് തന്നെയാണ്. മത്സരപൂർവ്വം വിഷ്വൽ മീഡിയാസ് വന്നു, അവർ റെസ്പോണ്ട് ചെയ്തു, അവർ ഞങ്ങളുമായി സഹകരിച്ചു. അങ്ങനെയാണ് ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മെഗാ ഇവൻറ്റുകൾ ഈ ദിവസങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മെഗാ ഇവൻറ്റ്സ് 10 പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങളൊരു കണക്ക് കൂട്ടുന്ന ഏതാണ്ട് 2 ലക്ഷത്തിലേറെ ബഹുജനങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നിയമസഭക്കകത്ത് വന്നുപോയി എന്നുള്ളതാണ്. ഇതിൻ്റെ കൾമിനേഷൻ, ഇതിൻ്റെ കൺക്ലൂഡിംഗ് സെഷൻ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. നല്ല രീതിയിലുള്ള, അദ്ദേഹവും വളരെ ഇംപ്രസ്ഡായാണ് നമ്മുടെ ബുക്ക് ഫെസ്റ്റിൽ കണ്ടുപോയിട്ടുള്ളത്. അതുപോലെ കേരളത്തിൻ്റെ പുസ്തകോത്സവത്തെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ തെലങ്കാന ടീം വന്നു ഞങ്ങളെ കാണാൻ. തെലങ്കാനയിൽ ഒരു സ്പെഷ്യൽ IAS ഓഫീസർ, കഴിഞ്ഞ തവണ കർണാടക ടീം വന്നിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യക്ക് മാതൃകയായ രീതിയിൽ നടത്താൻ ഞങ്ങൾ കഴിഞ്ഞത് ഞങ്ങളുടെ മികവുകൊണ്ട് മാത്രമല്ല, അതിൽ നിങ്ങൾക്കും നല്ല സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളും നല്ല രീതിയിൽ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തു, പ്രോത്സാഹനം നൽകി, മത്സരപൂർവ്വം നിങ്ങൾ പബ്ലിസിറ്റി കൊടുത്തു. അതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഇഫക്റ്റാണ് അതർ സ്റ്റേറ്റ്സിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ എങ്കിൽ അവിടെ നടത്തണമെന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. അതൊരു നല്ല റെസ്പോൺസായി നമ്മൾ കാണുന്നു. 5th എഡിഷൻ ഞങ്ങൾ പ്രഖ്യാപിച്ചു. 2027 ജനുവരി മാസം 7 to 13 5th എഡിഷൻ ഇവിടെ വെച്ച് നടക്കും. അപ്പോൾ 4 എഡിഷനകത്തുള്ള പോരായ്മകൾ എന്തൊക്കെയാണോ അതിനകത്തെ പോരായ്മകൾ പരിഹരിച്ച് 5ാം എഡിഷനും മികച്ച നിലയിൽ തന്നെ നടത്താൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനകത്തുള്ള സ്റ്റാഫ്, ജീവനക്കാർ, അത് കട്ടിങ് അക്രോസ് ദ പാർട്ടി ലൈനാണ്. എല്ലാവരും വ്യത്യസ്ത യൂണിയനുകൾപ്പെട്ടവരുണ്ട്. പക്ഷെ അവരൊന്നും ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഇത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ പ്രോഗ്രാമാണെന്ന് കണ്ട് ആ പരിപാടി വിജയിപ്പിക്കാൻ അവരവരുടെ സംഘാടന മികവ് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ
ആ നിലയിലൊക്കെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഇവൻ്റ് KLIBF കേരളത്തിലും ഇന്ത്യയിലും ലോകപരിചിതമായ 5 അക്ഷരങ്ങളായി മാറിയത്. തീർച്ചയായും ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ഈ നിലയിലേക്ക് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ അറിവിലേക്ക് 2 കാര്യം കൂടി പറയാം. 15ാമത് കേരള നിയമസഭ 16ാമത് സെഷൻ ചേരുന്നത് വരെ 192 ദിവസങ്ങൾ ഞങ്ങൾ സഭാ സമ്മേളനത്തിന് വേണ്ടി ചേർന്നു. 192 ദിവസങ്ങൾ. ആകെ പാസ്സാക്കിയ നിയമങ്ങൾ 158. 14ാമത് കേരള നിയമസഭ 109 നിയമങ്ങളാണ് പാസ്സാക്കിയതെങ്കിൽ 15ാമത് കേരളസഭ 158. അതിലും കേരളം മോഡൽ തന്നെയാണ്. നിയമനിർമ്മാണമാണ് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമനിർമ്മാണ സഭ ആ നിലയിൽ നിയമനിർമ്മാണത്തിന് നിയമസഭാ സാമാജികരും ഗവൺമെൻറ്റും മുൻകൈ എടുത്തതുകൊണ്ടാണ് ഇത്രയും നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ 4 ബില്ലുകൾ പെൻഡിംഗ് ആണ്. ഗവർണറുടെ അസെൻറ്റ് കിട്ടാൻ വേണ്ടി പെൻഡിംഗ് ആയി നിൽക്കുന്ന കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ല, അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് പ്രൈവറ്റ് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് ഞങ്ങളുടെ മെയിലിലേക്ക്. അദ്ദേഹത്തെ അയോഗ്യനാക്കണം, അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ്, പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പം അതിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർക്ക് മൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സഭക്കകത്തുള്ള ഏതെങ്കിലും സാമാജികന്മാർ പരാതി തരണം. സഭക്കകത്തുള്ള ഏതെങ്കിലും സാമാജികന്മാർ പരാതി തന്നാൽ അത് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. എങ്ങനെ അവർക്ക് ലീഗൽ ബാറ്റിൽ കക്ഷി ചേരുക എന്നല്ലാതെ മറ്റ് അവർക്ക് നിയമസഭയിലെ പബ്ലിക് പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് MLA-മാരുടെ പരാതി മാത്രമേ ഞങ്ങൾക്ക് മൂവ്. അല്ല, അതൊരു ഹീറ്റഡ് ഡിബേറ്റായ വിഷയമാണ്. അപ്പോൾ അത് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിപ്പോൾ ഇവിടെ നമുക്കൊരു അതിനൊരു പത്രസമ്മേളനത്തിൽ ഉത്തരം പറയേണ്ട വിഷയമല്ല. അതൊരു ലീഗൽ ബാറ്റിൽ മാത്രമല്ല, പ്രസിഡൻ്റായി മാറുന്ന സംഭവമാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രം എടുക്കേണ്ട തീരുമാനമാണ്. അല്ല, സ്പീക്കറോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണോ? നിങ്ങളിങ്ങനെ അങ്ങോട്ട് എന്നോട് ചോദിച്ചു, അല്ല ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന എന്താണ് അഭിപ്രായം? പിന്നെ ഞാനെന്താ പറയേണ്ടത്? അപ്പം ഞാൻ മുകേഷിൻ്റെ പേരാണോ അന്നേരം പറയേണ്ടത്? ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ചോദിച്ച ചോദ്യം ആ സമയത്ത് വളരെ ബേണിംഗ് ഇഷ്യൂ ആയി. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ ആ ഉത്തരം ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എത്തിക്സ് കമ്മിറ്റി ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. മുൻകാലത്ത് ഇത്തരം ഒരു പ്രസിഡന്റ് നമ്മുടെ മുന്നിലില്ല. മുൻകാല MLA-മാരുടെ പേരിൽ ഇങ്ങനെ സീരീസ് ഓഫ് റേപ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇതൊക്കെ ഇതെല്ലാം പറയുമ്പോൾ എല്ലാം എലിഗേഷനാണ്. അപ്പോൾ അത് പരിശോധിക്കട്ടെ എത്തിക്സ് കമ്മിറ്റി. ഇല്ല, അല്ല, വ്യക്തികളല്ലേ തരാൻ. ഇപ്പം നിയമസഭയിൽ ആർക്കെതിരെ ആർക്കും മെയിലിൽ പരാതി അയക്കുമല്ലോ. അത്തരം പരാതികൾ നിയമസഭയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അല്ല, അൾട്ടിമേറ്റായി തീരുമാനിക്കേണ്ട സ്പീക്കറാണല്ലോ. അപ്പം അത്തരമൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നോക്കാം.
ആർക്കെതിരെ? ആ ഉള്ള അധികാരമല്ലേ പ്രയോഗിക്കാൻ പറ്റുമോ? എൻ്റെ കയ്യിലുള്ള അധികാരമല്ലാതെ അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാൽ ഇവിടെ സംവിധാനങ്ങളില്ലേ? അങ്ങനെ പെരുമാറാൻ പറ്റുമോ സ്പീക്കർക്ക്? കേസൊക്കെ എടുക്കാനും മറ്റൊക്കെ പറ്റുന്നതാണോ? എല്ലാവരും ഒരു ഇതിന് പരിമിതിക്കുള്ളിൽ എല്ലാവർക്കും അവരുടെ അധികാരങ്ങളുണ്ടല്ലോ. ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട്, എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട്, ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എൻക്രോച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു നീതിയും ന്യായവും നോക്കാതെ. അങ്ങനെ പറ്റുമോ? നീതി എന്നുള്ള വാക്ക് പ്രയോഗിച്ചാൽ കറക്റ്റ്. ന്യായവും നോക്കാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് അതിന് ഉത്തരവില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, അതത് MLA-മാരല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പം നാളെ നിങ്ങളുടെ പത്രത്തിനകത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ അത് നിങ്ങളുടെ പത്ര ഉടമയുടെ കുഴപ്പമാണോ? അല്ലല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പം അവരവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഭയുടെ അന്തസ്സിന് ഇങ്ങനെ കളങ്കുണ്ടാവുന്നത് എങ്ങനെയാണ്? അതിലിപ്പോൾ നമ്മൾ ആദ്യം ടീച്ച് ചെയ്യേണ്ടത് റെസ്പെക്റ്റ് വിമൻ. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. സ്ത്രീകളെ ബഹുമാനിപ്പിക്കാൻ പഠിക്കുന്ന സമൂഹത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ അത്തരത്തിൽ ചില തെറ്റായ ശീലങ്ങൾ ചില സാമാജികരുടെ ഭാഗത്തുണ്ടായി. അത് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതല്ല. അത് ആകെ സഭയുടെ സ്വഭാവമാണെന്ന് പറയരുത്. അത് കേരളത്തിൻ്റെ ആകെ കൾച്ചറാണെന്നും പറയരുത്. അത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൊട്ടയിലെ ഒരു മാങ്ങ കെട്ടുപോയാൽ ആ കൊട്ടയിലെ മാങ്ങ മറ്റു മാങ്ങയൊക്കെ കെട്ടതാണോ? അല്ല. അല്ല ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. അത് ഇപ്പോൾ മാധ്യമപ്രവർത്തകന്മാർ തന്നെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ചില തെറ്റായ കാര്യം ചെയ്തിട്ടില്ലേ? അതിനർത്ഥം നിങ്ങളൊക്കെ മോശമാണെന്നല്ല. അപ്പം നമ്മളത് സാമാന്യവൽക്കരിച്ച് അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല. ഇവിടുത്തെ ലെജിസ്ലേച്ചർമാർ എല്ലാം മോശമാണെന്നുള്ള അഭിപ്രായം സ്പീക്കർക്കും ഇല്ല, കേരളത്തിനും ഇല്ല. ചില ഒറ്റപ്പെട്ട ആളുകളുടെ പെരുമാറ്റം ഒരു സഭയെയും അതുപോലെ തന്നെ സാമാജികന്മാരെയും നിങ്ങളാകെ മോശക്കാരെ ചിത്രീകരിക്കാൻ ശ്രമിക്കാൻ പാടില്ല. അല്ല, ഞാൻ വേറൊരിടത്തിൽ ഉദ്ദേശിച്ചല്ല. നിങ്ങൾ അയാളുടെ ലുക്ക് അതത് അവരവരുടെ പൊളിറ്റിക്കൽ ദാറ്റ് ഹാസ് ടു ബി ഡിസൈഡ് ബൈ ദാറ്റ് പാർട്ടീസ്, ദോസ് ഹു ആർ സെൻഡിങ് ദം. അത് അവരവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലാതെ സ്പീക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതിൽ ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ്. അതിലങ്ങനത്തെ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ആളുകളെ സമൂഹം ബോയ്ക്കോട്ട് ചെയ്യണം. ഇപ്പം നാളെ ഞാൻ തെറ്റ് ചെയ്താൽ എന്നെയും നിങ്ങൾ അതിൽ പെരുമാറണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ കാണേണ്ടത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ് വലിയ പോസ്റ്റാണ്. ആ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ കാണിക്കേണ്ട ചില ജെൻറ്റിൽനെസ് ഉണ്ട്. അത് ജനം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഓരോരുത്തർക്കും. പതിനാല് ബില്ലുകൾ പെൻഡിങ് ബിഫോർ ദ ഗവൺമെൻറ്. 4 ബില്ലുകൾ അസംബ്ലിയിൽ പാസ്സാക്കാനുണ്ട്, ഗവർണറിൽ. അല്ല, അതല്ലേ അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് പാസ്സാക്കേണ്ടതാണ്, ഗവർണർ ഒപ്പുവെക്കേണ്ടതാണ്. നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എങ്ങനെ? ഏത് ബില്ല് പെൻഡിങ്ങിലായിട്ടുണ്ട്? നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം എന്തുകൊണ്ടാണ് പെൻഡിങ് ആയതെന്നുള്ളത്. അത് പെൻഡിങ് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അദ്ദേഹത്തോട്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യാതിരിക്കുന്നത്? സ്പീക്കറെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ടല്ലോ. അദ്ദേഹത്തോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത്? കാരണം കേരളത്തിലെ 3.5 കോടി മലയാളികളുടെ വിൽ അത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കണം. യു ഷുഡ് ആസ്ക്.
ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. അതത് പേഴ്സണൽ വ്യക്തി ഓരോ പേഴ്സണും തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെ തുടരേണ്ടതുണ്ടോ ഇല്ലോ എന്നുള്ളത്. ഇപ്പോൾ സഭയ്ക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ സ്പെക്കുലേഷൻ വെച്ച് സഭയ്ക്ക് പോകാൻ പറ്റില്ല. പ്രഖ്യാപിക്കുമെന്ന് സ്പെക്കുലേഷനാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് അന്നേരം തീരുമാനിക്കാമല്ലോ. കൂട്ടായി 2 മുന്നണിയും വിളിച്ച്, കക്ഷി നേതാക്കളെയും വിളിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമല്ലോ. അത് അത്തരമൊരു സാഹചര്യം ഉയർന്നു വരുമ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കാം. അതന്നേരം ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ആലോചിച്ച് തീരുമാനിക്കും. ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇലക്ഷൻ വന്നാൽ നിങ്ങൾക്കെല്ലാം അറിയാം സഭാ സമ്മേളനം ചേരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത് സാഹചര്യം വരുമ്പോൾ അന്നേരം നോക്കാം. എങ്ങനെ? അതിപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഉത്തരം പറയാൻ. പതിനാല് ബില്ല് ഗവർണറുടെ അടുത്തുണ്ട്. 4 ബില്ല് പാസ്സാക്കാനുണ്ട്. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. എല്ലാം രാഷ്ട്രീയമാണ്. മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ. ഈ പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. നിങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പോയിന്റിൽ നിന്ന് കാണുന്നതുകൊണ്ടാണ്. അതിപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത് പറയാൻ ചുമതലപ്പെടുത്തിയത്. അത് ചെയ്യാന്നല്ലാതെ. യെസ്. അത് ഗവൺമെൻറ് ആണല്ലോ തീരുമാനിക്കുന്നത്. ലുക്ക്, എന്താണ് സ്പീക്കറുടെ ഡ്യൂട്ടി? സ്പീക്കറുടെ ഡ്യൂട്ടി ഗവൺമെൻറ് ബിസിനസ് നടത്തി കൊടുക്കലാണ്. യെസ്. എങ്ങനെ? വളരെ പീസ്ഫുൾ കോൺഫറൻസ് ആയിരിക്കും. നല്ല രീതിയിൽ പ്രതിപക്ഷവും ഗവൺമെൻറ്റും സ്പീക്കറുമായി സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 16th സെഷനും ആ നിലയിൽ തന്നെ പ്രതിപക്ഷവും ഗവൺമെൻറ്റും സ്പീക്കറുമായി സഹകരിച്ചുകൊണ്ട് നടത്തും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ല രീതിയിൽ റെസ്പോൺസാണ്. രണ്ടുപേരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോപ്പറേഷൻ ഇനിയും തുടരും. ഓക്കെ.